ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അവളെ മരുമകളാക്കി വീട്ടിൽ വിളിച്ച് വാഴിക്കാം. പഞ്ചാമൃതവും പാലമൃതവും കൂട്ടി പരിപോഷിപ്പിക്കാം. എന്റെ മകന്റെ കുഞ്ഞ് അവളുടെ വയറ്റി വളരണ്ട. അതിനായി ലോഹ്യം കൂട്. ഇത് ഞാൻ ഏറ്റു അംബികെ. ശരിപ്പെടുത്താം. ഇങ്ങനെയുള്ള ഉപകാരങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ പത്മാവതി ഒളിവിൽ പോയി താമസിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? അതൊന്നും അറിയില്ല മാഡം. എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരാണ് ഒളിവിൽ പോകുന്നത്. പത്മാവതി വർമ്മയുടെ പേരിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ മാറി നിൽക്കാൻ കാരണം? ഒന്നും വ്യക്തമല്ല മാഡം. ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും? അമ്മയും അച്ഛനും തമ്മിൽ ലവ് മാരേജ് ആയിരുന്നു. ആ സമയത്ത് അമ്മമ്മ ഈ വിവാഹത്തെ എതിർത്തിരുന്നു. സരസ്വതി മാഡത്തിനിപ്പോ മകളോട് എതിർപ്പൊന്നുമില്ലല്ലോ? ഇല്ലെന്ന് മാത്രമല്ല, മകളെ കാണാത്തതിലുള്ള സങ്കടത്തിലോ. ഞാൻ സരസ്വതി മാഡത്തിനോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കണോ? ഏയ് അത് വേണ്ട മാഡം. ഞങ്ങൾ അമ്മയെ അന്വേഷിക്കുന്ന കാര്യം അമ്മമ്മയോട് പറഞ്ഞിട്ടില്ല. എങ്കിലത് വേണ്ട. പത്മാവതി വർമ്മയുടെ ഒരു ഫോട്ടോ തരാമോ? ഫോട്ടോ? ഫോട്ടോ ആ ഫോട്ടോ ഞാൻ മാഡത്തിന്റെ ഫോണിൽ അയച്ചിട്ടുണ്ട്. ഞാൻ വളരെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇതന്വേഷിപ്പിക്കാം. നിങ്ങൾ രണ്ടുപേരും ധൈര്യമായിട്ട് പോയിക്കോ. താങ്ക് യു. ശരി മാഡം. വാ മാഡം. കൃഷ്ണ 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 എടി, വായിക്കാനൊക്കെ അറിയോ? അതൊക്കെ അറിയാം. പഴയ 10ാം ക്ലാസ്സല്ലേ. ഇത് എഴുതിയവനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നല്ലത് 4 എണ്ണം പറഞ്ഞു കൊടുക്കായിരുന്നു. ഒരക്ഷരവും മനസ്സിലാവുന്നതുമില്ല, ഒരു സുഖവും ഇല്ല. ആ അടുത്ത മാസം കാശി രാമേശ്വരത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോഴും വാങ്ങാം പുതിയ പുസ്തകം. അമ്മ കാശിക്കും രാമേശ്വരത്തും ഒക്കെ പോകുന്നുണ്ടോ? ആ പിന്നെ ഓണം രാഗമേ. ഭഗവാനും ഭഗവതിയൊക്കെ എന്നെ മാടി മാടി വിളിക്കുകയാണ്. ഇനിയുള്ള ജീവിതം മുഴുവനും ഭക്തിമാർഗം. അടുത്ത കർക്കിടകത്തില് രാമായണം ആദ്യം മുതൽ വായിച്ചു തുടങ്ങണം. ദൈവമേ, രാവണന്റെ കാര്യം ഓർത്തതേ ഉള്ളു. ദേ ശൂർപ്പണക വരുന്നു. ശൂർപ്പണകയോ? അതെ, ബ്ലേഡ് കൊണ്ട് നാട്ടുകാരെ മുഴുവനും വരയുന്ന രുപ്പിണി. വാടക കൊടുത്തില്ല അച്ഛാ? അത് കൃത്യം 1-ാം തീയതി കൊടുത്തതാ. പിന്നെ എന്തോത്തിനാ അവള് കയറി വരുന്നത്? ആ ചിലപ്പം ആ രമ്യ പെണ്ണിന്റെ തലയിലെ ആണി ഊരി കാണും. അത് പറയാനാണ് എന്തോ വരുന്നത്. ആ വരവ് കണ്ടിട്ട് പേടി തോന്നുന്നു. ഒരു ലോഡ് അസഭ്യം ഉണ്ടെന്നാ തോന്നുന്നത്. രുക്മിണി, ഇവർക്കാർക്കും ആ ഭാഷ നല്ല പരിചയമില്ല. അതുകൊണ്ട് എന്നോട് മാത്രം പറയും. എനിക്ക് പഠിക്കുകയും ചെയ്യാലോ. ഇവരെ വിട്ടേക്ക്. അയ്യോ, ഞാൻ വഴക്കിനും വയ്യാവേലിക്കൊന്നും വന്നതല്ല. പിന്നെ അന്ന് വന്നത്
എന്റെ മോളുടെ അവസ്ഥ കണ്ട് ദേഷ്യം വന്നിട്ടാ. വേണുവേട്ടാ, രാധമ്മേ, പ്രിയേ, നിങ്ങൾ എന്നെ ശത്രുവിനെ നോക്കുന്നത് പോലെ നോക്കരുത്. അതെ, ഞാൻ ഇന്ന് വന്നത് ബന്ധുമുറയില്ല, സന്തോഷം പങ്കുവയ്ക്കാൻ. എന്റെ മരുമകൾ ശ്രീലക്ഷ്മിക്ക് വിശേഷമല്ലേ, അതറിഞ്ഞു വന്നതാ രാധമ്മേ. രുക്മിണി ഇരിക്കെ. അയ്യോ, ബന്ധുക്കാരി അങ്ങോട്ട് ഇരിക്ക് ബന്ധുക്കാരി. ആദ്യം ഒന്ന് പകച്ചു എന്നുള്ളത് സത്യ. അതൊക്കെ എനിക്ക് മനസ്സിലാവും വേണോട്ടാ. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ. എല്ലാവർക്കും അക്കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. എപ്പോഴും വിഷമം പറഞ്ഞിരിക്കാൻ പറ്റുമോ രാധമ്മേ? അന്നൊരു സങ്കടമാണ് നിങ്ങൾ എനിക്ക് തന്നതെങ്കിൽ ഇപ്പൊ എനിക്ക് തന്നത് സന്തോഷമല്ലേ? വേണുവേട്ടനും രാധമ്മയും ഇനി 3-4 മാസം കഴിയുമ്പോ അപ്പനും അമ്മൂമ്മയൊക്കെ ആവും. ഇനി രുക്മിണി അമ്മുമ്മയാവും. ഞാനവളെ മരുമകളാക്കി വീട്ടില് വിളിച്ച് വാഴിക്കാം. പഞ്ചാമൃതവും പാലമൃതവും കൂട്ടി പരിപോഷിപ്പിക്കാം. എന്റെ മകന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരണ്ട. അതിനായി ലോഹ്യം കൂടുതൽ. ശ്രീലക്ഷ്മി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഉണ്ടല്ലോ രാധമ്മേ, ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അമ്പടാ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട വേണ്ട, രാധമ്മയോട് നിക്ക്. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കിരിക്കും ചേച്ചി. ഒരു ബന്ധു മുറക്കി നാരങ്ങ വെള്ളം കുടിച്ചാലേ ബന്ധമുള്ളോ? മുണ്ടയ്ക്കലമ്മേ, നമ്മൾ എത്ര കാലം ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്നു. രുക്മിണി ആന്റി ശ്രീലക്ഷ്മിയെ കാണാൻ പോയോ? അതെ, ഞാൻ അവരെ രണ്ടുപേരെയും കൂടി വീട്ടിലേക്ക് വിളിക്കാൻ പോവാ. അയ്യോ, എല്ലാം മറന്ന് ഞാൻ അവളെ സ്വീകരിക്കും. ബാക്കിയുള്ള കാലം ഒരമ്മൂമ്മയായി തന്നെ ജീവിക്കാം. പിന്നെ എന്റെ മകൻ ഹരീഷ് ഒരു ദുരഭിമാനിയാ. ഞാൻ വിളിച്ചാ വരുമെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. സ്വന്തം മകനല്ലേ രുക്മിണി, അമ്മ വിളിച്ചവന് വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയില്. ശ്രീലക്ഷ്മി രുക്മിണി ആന്റിയുടെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും വന്ന് കാണാലോ. അതാണ്. അതുമല്ല, 6-ാം മാസത്തില് ഞങ്ങൾക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അതെ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുവാ. അവളെ ഞാൻ ശരിയാക്കി കൊടുക്കാം, ഒരു മരുമോള്. അകലേ